നെന്മണിക്കര പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ലഹരി മാഫിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു. 15-അംഗ സംഘം യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് എരവിമംഗലത്ത് വീട് ആക്രമിച്ചു. ചാലക്കുടി വെള്ളാഞ്ചിറയിൽ കോഴി ഫാമിന്റെ മറവിൽ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം. 2500 ലിറ്റർ സ്പിരിറ്റും 15,000-ലധികം കുപ്പി മദ്യവും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. എനമാവ് റെഗുലേറ്ററിന് സമീപത്തെ താൽക്കാലിക വളയം ബണ്ട് നിർമ്മാണം പൂർത്തിയായില്ല. ജീർണിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. ശ്രീനാരായണപുരത്ത് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. ചേറ്റുവ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സെന്റ് പീറ്റേഴ്സ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. നെന്മണിക്കര പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ലഹരി മാഫിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു. പുലക്കാട്ടുകര 4 സെന്റ് കോളനിയിലെ ഒമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് 15ഓളം പേരടങ്ങുന്ന ലഹരി മാഫിയ സംഘം മർദ്ദിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബിനുവിനെ കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നു. ഭാര്യയും മക്കളും ഓടിയെത്തിയപ്പോഴേക്കും ബൈക്കുകളിലെത്തിയ സംഘം രക്ഷപ്പെട്ടു. പ്രായപൂർത്തിയാകാത്തവരും സംഘത്തിൽ ഉണ്ടായിരുന്നതായി പറയുന്നു. പനയമ്പാടം കൂനിക്കര പ്രദേശത്തുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. പരിക്കേറ്റ ബിനു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. വീടിനടുത്തുള്ള കടവിൽ മകളോടൊപ്പം കുളിക്കാനെത്തിയപ്പോൾ മദ്യപിച്ചിരുന്ന സംഘത്തെ ബിനു ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന് തുടക്കം. ഇതിനിടെ ബിനുവും സംഘത്തിലെ 5 പേരും ചേർന്ന് വാക്കുതർക്കമുണ്ടായി. ഉത്സവം കാണാൻ പുലക്കാട്ടുകരയിലെ സുഹൃത്തിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു സംഘം. നാട്ടുകാർ ഇടപെട്ടതോടെ മടങ്ങിപ്പോയ സംഘം അരമണിക്കൂറിന് ശേഷം തിരിച്ചെത്തി ബിനുവിന്റെ വീട്ടിൽ കയറി മകളെയും ഭാര്യ സഹോദരിയുടെ മകളെയും ആക്രമിച്ചു. ബിനുവിന്റെ മകളുടെ കയ്യിൽ വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച സംഘം 2 കുട്ടികളെയും ആക്രമിച്ച് ഇവരുടെ സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കുട്ടികളുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ ബിനു ഇവരെ പിന്തുടർന്ന് ചെന്നപ്പോഴാണ് സംഘം ചേർന്ന് റോഡിലിട്ട് മർദ്ദിച്ചത്. ഇതിനിടെ സമീപവാസിയായ ചക്കുംതറ രമേശിന്റെ തലയിൽ ബിയർ കുപ്പി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചാണ് സംഘം രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പ്രതികൾക്കായി പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടിക്കാൻ പോകുന്ന നേരത്ത് അവിടെ ഒരു 15ഓളം തന്നെ ആൾക്കാർ മദ്യപാനും കഞ്ചാവ് വലിയും. ഞാൻ പറഞ്ഞവരുടെ അടുത്ത് നിങ്ങൾ ഇവിടുന്ന് കിടാവ് കുളിക്കാണ്ട് പെൺപിള്ളേർ പെണ്ണുങ്ങൾ കുളിക്കാൻ വരണ്ട ഇവിടെ ചെയ്യല്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആര് ചോദിക്കാമെന്ന് ചോദിച്ചു. തല്ലാൻ വന്നു. ഞാൻ അങ്ങോട്ട് തള്ളൽ കഴിഞ്ഞ് അതിനെ പിടിച്ച് മരിണ്ട് പോയി. ഒരു 5 or 6 തന്നെ പിള്ളേർ വന്ന് ഫസ്റ്റ് ചേച്ചീനെ മകനെ തല്ലി. അത് കഴിഞ്ഞ് മോളുടെ കയ്യമ്മ തല്ലി കഴിഞ്ഞിട്ട് മോളുടെ കഴുത്തിൽ വന്നൊരു മാലില്ലായിരുന്നു, 3.5 ഗ്രാമിനൊരു മാല. ആ മാല വലിച്ചു പൊട്ടിച്ചു. ചേട്ടൻ്റെ മോളുടെ കഴുത്തിൽ ഒരു മാലുണ്ടായിരുന്നു. ആ മാലിച്ച വലിച്ചു പൊടിച്ച് ഓടി. ഞാനത് കണ്ട് വീട്ടിൽ നിന്ന് ബാഗ് വരെ ഇറങ്ങി വരുമ്പോഴേക്കും ഇവർ ഓടി. പിന്നെ ഞാൻ ഓടി പുലക്കാട് വരെ SNDP ഹാളിന് ഫ്രണ്ട് വശത്തിപ്പോൾ ഇവർ എല്ലാവരും ഇവിടുന്ന് പോയി 5-6 ആളെന്നുള്ളത് അവിടെ എത്തിയപ്പോൾ 15 ആളായി. 15 മേലെ ആളുകളായി. ഇത് ഒറ്റയ്ക്കുണ്ടായുള്ളൂ. എല്ലാവരും കൂടി തന്നെ തല്ലാതെ പട്ടികൾ തല്ലിക്കൊല്ല പറഞ്ഞിട്ടില്ല. അത് തന്നെ അക്രമമായിട്ട് തല്ലിയത് മാത്രമല്ല ബോധം കെട്ടെടുക്കാൻ തന്നെ ഷൂ ഇട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ മോന്തയിലും നെഞ്ചത്തും ഇപ്പോഴും ഷൂവിൻ്റെ പാട് പോലെ ഇവിടെ ഷൂവിൻ്റെ പാടുണ്ട്. അതും കണ്ണിൽ കരിങ്കല്ല് വെച്ച് കണ്ണിലടിച്ചു. തലയിൽ 3-4 പൊളിവുണ്ട്. ഈ 3 പൊളിവ് 4 പൊളിവ് കരിങ്കല്ല് അടിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല അതിന് ബാക്കിൽ ഓടെ അടിക്കുന്ന ഇടിയൊക്കെ വേറെ ഇടിച്ചിട്ടുണ്ട്. എൻ്റെ എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ തല്ലി എൻ്റെ മക്കളും തല്ലി ഇവർ എന്നിട്ട് ഈ കഞ്ചാവ് മാഫിയോട് ഇവിടെ നിന്നും പാടുക. പുലക്കാട്ടുകര സൈഡിൽ എന്ന് പറഞ്ഞ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് കണ്ട ആൾക്കാരെല്ലാം നാളെ കാണാം. കാരണം എവിടെ നിന്നൊക്കെ ആൾക്കാർ തന്നെ അറിയില്ല. ആ മാതിരി ആൾക്കാരാണ് കഞ്ചാവ് വലിക്കാൻ എൻ്റെ അടുത്ത് എത്തണം. പുത്തൂർ എരവിമംഗലത്ത് വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. എരവിമംഗലം സ്വദേശി ചിറയത്ത് ഷാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടു. പ്രാവിൻകൂട് പൊളിച്ച് പ്രാവുകളെ തുറന്നുവിട്ടു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ച യുവാവ് ഗ്യാസ് കുറ്റിയെടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചട്ടികളും തകർത്തു. വീട്ടിലെ വളർത്തു കോഴിയുടെ കണ്ണിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ടെറസിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലും ഇയാൾ നശിപ്പിച്ചു. ബഹളം കേട്ട് അയൽവാസികൾ എത്തിയതോടെ യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്നു. വീട്ടുടമ ഷാജു ഉള്ളൂർ പോലീസിൽ പരാതി നൽകി.
ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. വന്നതിന് ശേഷം അവിടെ അയൽക്കാർ വിളിച്ചപ്പോൾ ഇങ്ങനെ ബാക്കിൽ അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കലും ഗ്യാസ് സിലിണ്ടർ വലിച്ചെറിയലും ഫിഷ് ടാങ്കിൽ മണ്ണ് വാരി ഒരുപാട് ഭീകരാന്തരീക്ഷമാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ കയറി അവർ സോളാറിൻ്റെ ട്യൂബ് തല്ലി പൊളിച്ചിട്ടുണ്ട്. ബാത്റൂം കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കിൽ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ചെക്കനാണെങ്കിൽ ഒരു 10-15 വയസ്സായിട്ടുള്ള ചെക്കനാണെന്ന് പറയാനുള്ളത്. കണ്ടാലറിയും ചെക്കനാ, പക്ഷെ ഇന്ന ആളെന്നറിയില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ള ചെക്കൻ. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഭയമാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കാറ് അന്വേഷിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ബാക്കിലൊരു വലിയൊരു വിജനമായ പറമ്പാണ്. കടങ്ങോട് വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കുമുറി കൈപ്പുള്ളി വീട്ടിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി കോട്ടപ്പുറത്തുള്ള ഭാര്യ വീട്ടിൽ കയറിയാണ് ഇയാൾ ആക്രമണം നടത്തിയത്. ഇയാളുടെ നിരന്തരമായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഭാര്യ ഇയാളുമായി പിരിഞ്ഞ് കുഞ്ഞുമായി സ്വന്തം വീട്ടിലാണ് കഴിയുന്നത്. ഇയാൾ ഇടയ്ക്കിടെ ഭാര്യ വീട്ടിൽ ചെന്ന് ഉപദ്രവിക്കാറുണ്ടെന്ന് ഇവർ പറയുന്നു. ഗാർഹിക പീഡനം ചൂണ്ടിക്കാട്ടി ഭാര്യ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും വിഷ്ണു ഇവരുടെ വീട്ടിലേക്ക് കയറുന്നത് കോടതി വിലക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ സംരക്ഷണ ഉത്തരവ് ലംഘിച്ചാണ് അതിക്രമം നടത്തിയത്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് കല്ലുകൊണ്ട് ജനൽ ചില്ല് തകർക്കുകയും ഭാര്യയെയും വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി കുഞ്ഞിനെ ബലമായി കൊണ്ടുപോയെന്നാണ് പരാതി. SIമാരായ കെ അനുദാസ്, KM ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗാർഹിക പീഡന വകുപ്പ് പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി വെള്ളാഞ്ചിറയിൽ കോഴി ഫാമിന്റെ മറവിൽ സൂക്ഷിച്ചിരുന്ന വൻ വ്യാജ മദ്യശേഖരം പോലീസ് പിടികൂടി. 10,000 ലിറ്റർ മദ്യവും 2,500 ലിറ്റർ വാഷുമാണ് ഇരിങ്ങാലക്കുട ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ആളൂർ പഞ്ചായത്ത് അംഗവും BJP നേതാവുമായ പീനിക്കപ്പറമ്പിൽ ലാലു, ഇയാളുടെ സഹായി കട്ടപ്പന സ്വദേശി താണിക്കപ്പാറ വീട്ടിൽ ലോറൻസ് മാത്യു എന്നിവരാണ് അറസ്റ്റിലായത്. ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴി ഫാം. ഇതോടനുബന്ധിച്ചുള്ള വലിയ ഷെഡിലായിരുന്നു മദ്യം സൂക്ഷിച്ചിരുന്നത്. പ്രത്യേകം നിർമ്മിച്ച ചുവരിന്റെ അടിയിൽ അറമാതൃകയിലുള്ള ഭാഗത്തായിരുന്നു മദ്യശേഖരം. 1200 പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന് പ്രത്യേകം പേരുകളുമുണ്ടായിരുന്നു. 35 ലിറ്റർ വീതം കൊള്ളുന്ന 64 കന്നാസുകളിൽ സ്പിരിറ്റും സൂക്ഷിച്ചിരുന്നു. മദ്യനിർമ്മാണത്തിന് വൻ ലോബിയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 3 മാസം മുമ്പാണ് ടോറസ് ലോറിയിൽ ഇവിടെ മദ്യം എത്തിച്ചതെന്നും ക്രിസ്മസ് പുതുവർഷ വിപണി ലക്ഷ്യമിട്ടായിരുന്നു ഇതെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സമീപകാലത്ത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വ്യാജമദ്യ വേട്ടയാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു. റൂറൽ ജില്ലാ SP നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യവേട്ട നടത്തിയത്. ഇരിങ്ങാലക്കുട DYSP TK ഷൈജു, ചാലക്കുടി DYSP TS സിനോജ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. SIമാരായ അരിസ്റ്റോറിസ്, ജോഷി, രാധാകൃഷ്ണൻ, M സതീശൻ, രഘു, രാധാകൃഷ്ണൻ, CO ജോബ്, VG സ്റ്റീഫൻ, റോയ് പൗലോസ്, ASIമാരായ ഷിജോ തോമസ്, AU റെജി തുടങ്ങിയവരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. TC വിനോസ്, ചാലക്കുടി. എനമാവ് റെഗുലേറ്ററിന് മുൻവശത്തായി കോൾ മേഖലയിൽ ഉപ്പുവെള്ളം കടക്കാതിരിക്കാനുള്ള താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. ജീർണിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് നെൽ കർഷകർ. ഈ മാസം 6-നാണ് വളയം ബണ്ട് നിർമ്മാണം തുടങ്ങിയത്. ഈ മാസം 20-ന് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും ബണ്ടിന്റെ മുളക്കുറ്റി അടിക്കൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പനമ്പ് കെട്ടി മറയ്ക്കുന്ന ജോലികൾ ആരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല. പനമ്പ് കെട്ടി മറച്ചതിന് ശേഷം വേണം മണ്ണിട്ട് ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ. ശക്തിയേറിയ വേലയേറ്റമാണ് എനമാവ് കായലിൽ ഉണ്ടാകുന്നത്. ഫേസ് കനാലിൽ ജലനിരപ്പ് അല്പം ഉയർന്നു നിൽക്കുന്നതാണ് കർഷകരുടെ ഏക ആശ്വാസം. ഉപ്പുവെള്ളം കടന്നാൽ 10,000 ഏക്കറിലെ നെൽകൃഷിയെ ബാധിക്കും. മഴയില്ലാത്തത് മൂലം കനാലിലെ ജലനിരപ്പ് പെട്ടെന്ന് താഴുകയും ഉപ്പുവെള്ളം കയറാനുള്ള സാധ്യതയുമാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 197 മീറ്റർ നീളത്തിലാണ് ബണ്ട് നിർമ്മിക്കുന്നത്. 44 ലക്ഷം രൂപ ചെലവിലാണ് താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കുന്നത്. പാടൂർ ഇടിയഞ്ചിറ വളയം ബണ്ടിന്റെ നിർമ്മാണം ജലസേചന വകുപ്പ് നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ശ്രീനാരായണപുരത്ത് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. ചെറ്റുവ ഹാർബറിൽ നിന്ന് 3 ദിവസം മുൻപ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ ചാവക്കാട് സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിൽ കൊല്ലം സ്വദേശികളായ 7 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. രാവിലെയാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PD ലിസിയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ ER ഷിനിൽകുമാർ, VN പ്രശാന്ത് കുമാർ, റെസ്ക്യൂ ഗാർഡ് ഷിഹാബ്, ബോട്ട് ഷ്രാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ ഗഫൂർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ബോട്ട് കരയിലെത്തിച്ചത്.
മൂർക്കനാട് ക്ഷേത്രക്കുളത്തിൽ കാൽ വഴുതി വീണ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പുറത്താട് വലിയ വീട്ടിൽ അനിൽകുമാറിന്റെ മകൻ 16 വയസ്സുള്ള അഖിൽ കൃഷ്ണയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൂട്ടുകാരോടൊത്ത് കളി കഴിഞ്ഞ് മൂർക്കനാട് ശിവക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകാൻ ഇറങ്ങിയപ്പോൾ വഴുതി വീഴുകയായിരുന്നു. ഈ സമയം കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവർ അഖിൽ കൃഷ്ണയെ പുറത്തെടുത്ത് മാപ്രാണ്ടത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് പൊന്നിയൂർക്കുളം പഞ്ചായത്ത് ഏറ്റുവാങ്ങി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചേർന്ന് പുരസ്കാരവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ ആലത്തയിൽ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എനമാവ് പെരിങ്ങോട്ടുകര ചെത്ത് തൊഴിലാളി യൂണിയൻ 80ാം വാർഷിക ആഘോഷ സമാപനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സംഗമം നടന്നു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. അശോകൻ ചെരുവിൽ, VS സുനിൽകുമാർ, C. രാവുണ്ണി, CS ചന്ദ്രിക, വാസുദേവൻ അന്തിക്കാട്, സുർജിത്ത്, EP കാർത്തികേയൻ, TR അനിൽകുമാർ, NR ഗ്രാമപ്രകാശ്, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. എനമാവ് പെരിങ്ങോട്ടുകര അന്തിക്കാട് ചെത്ത് തൊഴിലാളി യൂണിയൻ 80ാം വാർഷിക ആഘോഷ സമാപന പരിപാടികളുടെ ഭാഗമായി ക്വിസ് ഉപന്യാസ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അന്തിക്കാട് KGM സ്കൂളിൽ നടന്ന മത്സരം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KP സന്ദീപ് അധ്യക്ഷനായിരുന്നു. MJ സജൽകുമാർ, സംഗീത മനോജ്, നിധിൻ T സീമ, ജ്യോതിലക്ഷ്മി, സീന കണ്ണൻ, ബിന്ധ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. UAE-യിലെ മികച്ച സംഘാടകനും ഹ്രസ്വചിത്ര നിർമ്മാതാവുമായ സെബാസ്റ്റ്യൻ ഡൊമിനിക് ദുബായിൽ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ദ ലാസ്റ്റ് ഡേ ഓഫ് അന്ന എന്ന ഹ്രസ്വചിത്രത്തിന് ഭരത് മുരളി അവാർഡ് ലഭിച്ചിരുന്നു. തളിർനാമ്പ് എന്ന കവിതാവിഷ്കാരത്തിന്റെ നിർമ്മാതാവായിരുന്നു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ ട്രഷറർ ആയിരുന്നു. പൊന്നിയൂർ പഞ്ചായത്ത് ചേതന സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. NK അക്ബർ MLA ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ AK വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കലാ കായിക രംഗത്ത് ദിനംപ്രതി ആഘോഷങ്ങൾ നല്ല സന്തോഷം. കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം. CC മുകുന്ദൻ MLA ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. PM മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, VS ഷജിത്ത്, ഷയസ് രാമചന്ദ്രൻ, ഷിബു നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് മ്യൂസിക്കൽ ബാൻഡും DJ നൈറ്റും നടക്കും. ഉത്സവം നടന്ന ക്ഷേത്ര പരിസരം ശുചീകരിച്ച് NSS വോളണ്ടിയർമാർ. കഴിഞ്ഞ ദിവസം തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ച കോടാലി കൊരേച്ചാൽ ശ്രീ കിരാത പാർവതി ക്ഷേത്ര പരിസരമാണ് കല്ലിറ്റുംകര K. കരുണാകരൻ സ്മാരക മോഡൽ പോളിടെക്നിക് കോളേജിലെ NSS വോളണ്ടിയർമാർ ശുചീകരിച്ചത്. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ള പുനർജനി സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇവർ ശേഖരിച്ച അജൈവ മാലിന്യത്തിൽ നിന്ന് പ്ലാസ്റ്റിക് വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ഹരിതകർമ്മസേന പ്രതിനിധി AV രത്ന ഏറ്റുവാങ്ങി. NSS പ്രോഗ്രാം ഓഫീസർ CK യാമിനി, ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് സുരേഷ് കടപ്പശ്ശേരിക്കാരൻ എന്നിവർ നേതൃത്വം നൽകി.
എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ക്യാമ്പ് പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ET ടൈസൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയ്യൂബ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ജയ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ഷാർങ്ങധരൻ, എറിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ നജ്മൽ ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലകാല സമാപനമായ ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം നടക്കും. പ്രത്യേകം തയ്യാറാക്കിയ കളഭക്കൂട്ട് പന്തീരടി പൂജയ്ക്ക് ശേഷം തന്ത്രി നമ്പൂതിരിപ്പാട് ഭഗവാന് അഭിഷേകം ചെയ്യും. കോഴിക്കോട് സാമൂതിരിയുടെ വഴിപാടായാണ് മണ്ഡലകാല സമാപനത്തിലെ കളഭാട്ടം. വ്യാഴാഴ്ച പുലർച്ചെ നിർമ്മാല്യ ദർശന സമയം വരെ ഭക്തർക്ക് കളഭത്തിൽ ആറാട്ടി നിൽക്കുന്ന കണ്ണനെ ദർശിക്കാനാകും. ഭഗവാന് ആടിയ കളഭം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. മുല്ലശ്ശേരി ഊരകം പതിയാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. പതിയാർകുളങ്ങര ഭഗവതിയുടെ തിടമ്പ് തിരുവമ്പാടി ചന്ദ്രശേഖരനും, ചിറക്കൽ ഭഗവതിയുടെ തിടമ്പ് ചിറക്കൽ കാളിദാസനും, കേരളപുരം തേവരുടെ തിടമ്പ് മച്ചാട് ജയറാമും വഹിച്ചു. എഴുന്നള്ളിപ്പിൽ 5 ആനകൾ പങ്കെടുത്തു. പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പന്മാരാരും മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാരും നേതൃത്വം നൽകി. പരിപാടികൾക്ക് ക്ഷേത്രം ഊരാളൻ പഴഞ്ചേരി ഉണ്ണികൃഷ്ണൻ നായർ നേതൃത്വം നൽകി. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുസമദ് സമദാനി MP. മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം ചാവക്കാട് നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളെ, തെറ്റായ സമീപനങ്ങളെ പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധിച്ച MPമാരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണിത് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുകയും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് അടിച്ചമർത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. MV ഷക്കീർ അധ്യക്ഷനായിരുന്ന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, KPCC വൈസ് പ്രസിഡന്റ് VT ബലറാം, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, ജാഥ ക്യാപ്റ്റൻ AM നൌഫൽ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. എല്ലാം തുറന്നു വെച്ച പുസ്തകമാണ്. അതുകൊണ്ടൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. 100 ചില്ലാനം MPമാരെ പുറത്താക്കുന്ന പാർലമെന്റിൽ എന്ത് കീഴ്വഴക്കമാണ് ഈ കേന്ദ്ര ഭരണകക്ഷി കാഴ്ചവെക്കുന്നത്. പാർലമെന്റിന് എന്ത് വില, പാർലമെന്റ് നടപടികൾക്ക് എന്ത് വില, പ്രതിപക്ഷത്തിന് എന്ത് വില. ചുട്ട അപ്പം പോലെ ഉദ്ദേശിക്കുന്ന ബില്ലുകൾ പാസ്സാക്കണം. MPമാരൊക്കെ പുറത്താക്കിയിട്ട് ഉടനെ ചെയ്യുന്ന പണി ഓരോന്നെടുത്തിട്ട് പെട്ടെന്ന് പുറത്താക്കുക, പാസ്സാക്കുക. അതിൽ CPC ഒക്കെ പാസ്സാക്കി. CPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വളരെ പ്രധാനപ്പെട്ട ബില്ലാണ്. കുന്നംകുളം തെക്കേപ്പുറത്ത് മിനി പിക്കപ്പ് ലോറിയും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ജോൺസൺ, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഷറഫുൽ, ഷഹാബുദ്ദീൻ അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കേട് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറി പൂർണ്ണമായും തകർന്നു. അണ്ടത്തോട് തങ്ങൾപ്പടി പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, അഷ്റഫ്, റാബിയ, നഷവ, നാജി, ലിസ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊയിലാണ്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP വിശ്വനാഥൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PM സുധീരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിൽ പൊതുപ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് KP വിശ്വനാഥൻ കണ്ടിരുന്നതെന്നും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തിയിരുന്നതിനാൽ രാഷ്ട്രീയ എതിർപ്പുകൾക്ക് അതീതമായി KP എന്ന വ്യക്തിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും സുധീരൻ പറഞ്ഞു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുൻ MLA TV ചന്ദ്രമോഹൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, കുന്നംകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PF ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആല ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചിട്ടുള്ള പെരുംകളിയാട്ടം ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കഴിമ്പ്രം സ്വദേശി സജീഷ് ആളുപ്പറമ്പിൽ പകർത്തിയ 25ഓളം തെയ്യം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 10 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ്
തെയ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. തെയ്യക്കാലമായാൽ സജീഷ് ക്യാമറയുമായി കണ്ണൂരിലേക്ക് വണ്ടി കയറും. ഭാര്യ ഡോക്ടർ സീനയുടെ വീടും കണ്ണൂരിലായതിനാൽ ചിത്രമെടുപ്പും സജീഷിന് എളുപ്പമാണ്. വടക്കൻ മലബാറിലെ ആചാരങ്ങൾ പാലിച്ചാണ് സജീഷ് തെയ്യച്ചിത്രങ്ങൾ എടുക്കാൻ പോകുന്നത്. വടകര മുതൽ കാസർഗോഡ് വരെയുള്ള കാവുകളിൽ നിന്ന് 6 വർഷത്തിനിടെ സജീഷ് ക്യാമറയിൽ പകർത്തിയത് 300-ലധികം വ്യത്യസ്ത ചിത്രങ്ങളാണ്. ഇതിൽ നമ്മൾ 25ഓളം തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. 237ഓളം ചിത്രങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പകർത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടുകയുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് വേൾഡ് റെക്കോർഡ്സ്. അതുപോലെ തന്നെ തെയ്യ ചിത്രങ്ങളിൽ ഒരു സ്റ്റേറ്റ് അവാർഡും ലഭിക്കുകയുണ്ടായിരുന്നു. മുച്ചിലോട്ട് ഭഗവതി, കണ്ടനാർ കേളൻ, തീച്ചാമുണ്ടി, പൊട്ടൻ തെയ്യം, തീക്കുട്ടിച്ചാത്തൻ, മാർണഗുളികൻ, മൂകാംബിക ഗുളികൻ, ഹനുമാൻ തെയ്യം തുടങ്ങിയവ ഇതിൽപ്പെടും. ഒരു വർഷം 236 വ്യത്യസ്ത തെയ്യച്ചിത്രങ്ങൾ പകർത്തിയതിന് വേൾഡ് റെക്കോർഡും നേടിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം സജീഷിനെ തേടിയെത്തി. നിരവധി ഫോട്ടോ പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രദർശനവേദിയിലെ സജീഷിന്റെ ചിത്രങ്ങൾ കാണാൻ നിരവധി പേരാണെത്തുന്നത്. CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തുടങ്ങിയവർ പ്രദർശനവേദിയിൽ എത്തിയിരുന്നു. TCV ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ച് അഞ്ചേരി തിരുത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ ആർദ്ര സ്കൂൾ ഓഫ് ഡാൻസിന്റെയും ചൈതന്യ തിരുവാതിര സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദീർഘനേര തിരുവാതിര അരങ്ങേറി. 1 മണിക്കൂർ 20 മിനിറ്റ് റെക്കോർഡ് ദൈർഘ്യമെന്ന ലക്ഷ്യവുമായി അരങ്ങേറിയ തിരുവാതിരയിൽ 12 വനിതകൾ പരമ്പരാഗത ശൈലിയിൽ ആലപിച്ച പാട്ടുകൾക്കൊപ്പം ചുവടുവെച്ചു. ഡിവിഷൻ കൗൺസിലർ നിമ്മീർ അപ്പായി ഉദ്ഘാടനം ചെയ്തു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് പ്രതിനിധികൾ, ക്ഷേത്രം ഭാരവാഹികൾ, ഭക്തജനങ്ങൾ, കലാ ആസ്വാദകർ തുടങ്ങിയവർ പങ്കെടുത്തു. അറബ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് തന്ത്രി പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാഴ്ചശീവേലിക്ക് ജിതിൻ കല്ലാറ്റിന്റെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. 5 ആനകളോടെ നടന്ന എഴുന്നള്ളിപ്പിൽ മാവേലിക്കര ഗണപതി തിടമ്പേറ്റി. പാണ്ടിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാരും ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും പ്രാമാണികരായി. പൂരം എഴുന്നള്ളിപ്പിൽ പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. കളമശ്ശേരി അപ്പോളോ ടയേഴ്സിന് മുൻപിൽ ശനിയാഴ്ച നടത്തുന്ന റബ്ബർ കർഷക മാർച്ചിന് മുന്നോടിയായി സംയുക്ത കർഷക സമിതി നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് ചേലക്കരയിൽ തുടക്കമായി. ബസ് സ്റ്റാൻഡിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ, കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, മറ്റ് കർഷക സംഘം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണത്തോടെ നടക്കുന്ന കഥകളി സ്കൂളിന്റെ വാർഷികവും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും വ്യാഴാഴ്ച ചെറുതുരുത്തി കഥകളി സ്കൂളിൽ തുടക്കമാകുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കഥകളി മഹോത്സവം കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാംമോഹൻ ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം ബാർബറ വിജയകുമാറും കലാമണ്ഡലം വിജയകുമാറും ചേർന്ന് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. 29 വൈകിട്ട് 5:30 കഥകളി കച്ചേരിയും തുടർന്ന് നടക്കുന്ന കിർമീരവധം കഥകളിയോടെയാണ് കഥകളി മഹോത്സവത്തിന് സമാപനമാവുക. കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, V മുരളി, കൃഷ്ണകുമാർ പൊതുവാൾ, രവീന്ദ്രനാഥ് മേനോൻ, KA രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശമംഗലം തലശ്ശേരി MS എബനത്ത് യത്തീംഖാനയിലെ 3 അന്തേവാസികൾ കൂടി മംഗല്യവതികളായി. യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിച്ചു. പട്ടാമ്പി ആമയൂർ സ്വദേശിനി ഫാമിദ ജസ്നയ്ക്ക്, കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസും, ചെരിപ്പൂർ സ്വദേശി ഫർസാന ജാസ്മിന്, കാഞ്ഞിരശ്ശേരി സ്വദേശി ഷഫീറും, മുറുക്കനാട് സ്വദേശിനി ഫാത്തിമ ഹസ്ന മോൾക്ക്, ദേശമംഗലം തലശ്ശേരിയിലെ ഉനൈസും വരന്മാരായി. 5 പവൻ വീതം ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഹാജി PTP തങ്ങൾ, അബ്ദുള്ള കോയ തങ്ങൾ, ഇരുമ്പക്കശ്ശേരി KM മുഹമ്മദ്, കൂറ്റനാട് TA എന്തിൻകുട്ടി ഹാജി, TM ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. الحمد لله والصلاة
10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ബന്ധുവായ പ്രതിക്ക് 5 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടനപ്പള്ളി സ്വദേശി സന്ദീപിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2013 കേസിനാസ്പദമായ സംഭവം. പഠനത്തിൽ മോശമായതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മയുടെ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ബിനോയ്, ആർ അമൃത, ആർ അനുഷ എന്നിവർ കോടതിയിൽ ഹാജരായി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ബുധനാഴ്ച ചുമതലയേൽക്കും. വൈകിട്ട് 4-ന് കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷനാകും. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത്, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, ഭാരവാഹികളായ രേഷ്മ സതീഷ്, ഉവൈസ്, കിസാഫ് കരിക്കാട് എന്നിവർ പങ്കെടുത്തു. കണിപ്പയ്യൂർ മാന്തോപ്പ് ജുമാ മസ്ജിദിൽ ദിക്ർ ഹൽക്ക വാർഷികവും മതപ്രഭാഷണവും 28, 29, 30 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 28-ന് ഉസ്മാൻ ഷാമിൽ ഇർഫാനി, 29-ന് മഹൽ ഖത്തീബ ജുബൈർ സആദി എന്നിവർ പ്രഭാഷണം നടത്തും. 30-ന് നടക്കുന്ന ദിക്ർ ഹൽക്കയ്ക്ക് സയ്യിദ് ജിഫ്രി കല്ലടിക്കാട് തങ്ങൾ, മുഹിയുദ്ദീൻ അക്സനി ചാപ്പനങ്ങാടി എന്നിവർ നേതൃത്വം നൽകും. മഹൽ കമ്മിറ്റി പ്രസിഡന്റ് MA ഷാഫി, സെക്രട്ടറി PM അബു താഹിർ, KA ഖാദർ, ജോയിന്റ് സെക്രട്ടറി MA അബുബക്കർ, ഖത്തീബ് സുബൈർ സആദി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോടാലി GLP സ്കൂളിൽ നടക്കുന്ന ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിലെ സ്നേഹാരാമം പരിപാടിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വെള്ളിക്കുളങ്ങരയിൽ പൂന്തോട്ടം നിർമ്മിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനും പരിസരവും ശുചിയാക്കിയ ക്യാമ്പ് അംഗങ്ങൾ സ്റ്റേഷൻ അങ്കണത്തിൽ പൂന്തോട്ടവും നിർമ്മിച്ചു. SHO സുജാതൻ പിള്ള, SI PR ഡേവിസ്, NSS ഓൾഡ് വോളണ്ടിയേഴ്സ് അസോസിയേഷൻ ചെയർമാൻ സുരേഷ് കടപ്പശ്ശേരിക്കാരൻ, ക്രൈസ്റ്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ VP ഷിൻഡോ, SR ജിൻസി എന്നിവർ നേതൃത്വം നൽകി. അഡാക്കിന്റെ പൊയ്യ ഫിഷ് ഫാമിൽ നിന്ന് 22 കിലോഗ്രാം തൂക്കമുള്ള വാറ്റയെ ലഭിച്ചു. ഫാമിലെ കുളത്തിൽ വലയിട്ട മീൻ പിടിച്ചപ്പോഴാണ് വലിയ വാറ്റയെ ലഭിച്ചത്. ഇതേ വലിപ്പത്തിലുള്ള ഒരെണ്ണം കൂടി വലയിൽ കുടുങ്ങിയെങ്കിലും വലിച്ചു കയറ്റുന്നതിനിടയിൽ കുളത്തിലേക്ക് ചാടി. 22.170 കിലോ തൂക്കമുള്ള വാറ്റയെ 6,645 രൂപയ്ക്ക് ഫാമിൽ തന്നെ വിൽക്കുകയായിരുന്നു. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ കുർബാനയ്ക്ക് അബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികനായി, കോർ എപ്പിസ്കോപ്പമാരായ KP ഐസക്, ജോസഫ് തോലത്ത്, ജോൺ ഉറുമ്പിൽ എന്നിവർ സന്ധ്യാ നമസ്കാരത്തിന് കാർമ്മികത്വം വഹിച്ചു. വികാരി മാത്യു വർഗീസ് കൊളങ്ങാട്ടിൽ, ജോസഫ് ചെറുവത്തൂർ എന്നിവർ സഹകാർമ്മികരായി. അങ്ങാടി ചുറ്റി നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വെങ്ങാനല്ലൂർ വല്ലങ്ങിപ്പാറയിൽ പാടത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്ങാനല്ലൂർ സ്വദേശികളായ ചോലപ്പറമ്പിൽ വിജയൻ, തൊട്ടിങ്ങൽ മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ചയാണ് മുണ്ടാരപ്പള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടുപന്നിയെ പിടികൂടാനായി വെച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഉണ്ണികൃഷ്ണൻ മരിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മണിക്കര പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ലഹരി മാഫിയ ക്രൂരമായി മർദ്ദിച്ചു. 15-അംഗ സംഘം യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. രവിമംഗലത്ത് വീട് കയറി ആക്രമണം. ചാലക്കുടി വെള്ളാഞ്ചിറയിൽ കോഴി ഫാമിന്റെ മറവിൽ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം. 2500 ലിറ്റർ സ്പിരിറ്റും 15,000-ലധികം കുപ്പി മദ്യവും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇനമാവ് റെഗുലേറ്ററിന് സമീപത്ത് താൽക്കാലിക വളയം ബണ്ട് നിർമ്മാണം പൂർത്തിയായില്ല. ജീർണിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. ശ്രീനാരായണപുരത്ത് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. ചിറ്റുവ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സെന്റ് പീറ്റേഴ്സ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.